എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ബ്രെഡ് കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാം. അതിന് കൂട്ടുണ്ടാക്കാനായിട്ട് 2 മുട്ട മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചേക്കുന്നതാണ്. ഒരു 1.5 സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണത്. അത് ഇതിനകത്തേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും കുരുമുളക് പൊടി, ഒരു കപ്പ് പാല്, ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. ഈ പലഹാരം ഉണ്ടാക്കാനുള്ള മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 ചെറിയ സവോളയാണ് കേട്ടത്. 2 ചെറിയ സവോള, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു 3-4 വേപ്പില, ഇതൊക്കെ പൊടി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. ഇത് ഞാൻ എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മിക്സിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. സവോള വാടിയിട്ടുണ്ട്, മൊരിയേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി, അത് ചെറുതായിട്ട് എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കണം. ഒന്ന് വാടട്ടെ. ഞാൻ ഇതിനകത്ത് പച്ചമുളകൊന്നും ഇടണില്ല, കുറച്ച് ക്രഷ് ചെയ്ത മുളകാണ് കേട്ടോ. 1 സ്പൂണ്, 1 ടീസ്പൂണ് ഞാൻ ഈ മുട്ട ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കുന്നതാണ്. അത് ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്രയും മതി. ഞാൻ
ഇത് ഇത്രയും മരിയേണ്ട ആവശ്യമുള്ളൂ. ഇത് ഞാൻ വാങ്ങണം. വേറൊരു പാൻ വെച്ചെടുക്കുകയാണ്. ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ടാലും മതി. ഞാൻ ഇതുപോലെയാണ് ബ്രെഡ് മുറിച്ചെടുത്തേക്കണം. രണ്ട് ബ്രെഡ് ഒപ്പം വയ്ക്കാവുന്ന രീതിയിൽ. ഈ കൂട്ട് ഞാൻ മുമ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്യാപ്പിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മീതേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇത് ഒന്ന് വേവട്ടെ. ഇത് നടുവീന്ന് മുറിച്ചെടുത്ത പീസാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഈ പിടിക്കാനായിട്ട് ഒരു പൊട്ട് ബാറ്ററിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ബ്രെഡ് ടോസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിടുമ്പോൾ വെളിച്ചെണ്ണ ഒന്നുകൂടി തടവി കൊടുക്കണം. എന്നാലാണ് അപ്പുറത്തെ വശം മരിയാനായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഞാൻ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ടോസ്റ്റ് പൊരിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇത് രണ്ടാമത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വീതം ഇട്ട് കൊടുത്തേണ്. അത് വേവട്ടെ. എഗ്ഗ് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട്
ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.